എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ആമേൻ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. കരം ഉയർത്തി ഒരിക്കലും കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. If we could turn our attention to the word of God for a short while meditation, the Gospel of Matthew chapter 18 and verse 18. Also chapter 16 verse 19. ആമേൻ. സ്തോത്രം. പത്രോസിനോട് വ്യക്തിപരമായി പറയുന്നു, നീ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. He speaks personally to Peter and says in chapter 16 verse 19 that I will give you the keys, and whatever you bind on earth will be bound in heaven, whatever you loose on earth will be loosed in heaven. അതിനു മുൻപേ പറഞ്ഞു, സ്വർഗരാജ്യത്തിലെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. And before that he said, I will give you the keys of the kingdom of heaven. ആമേൻ. താക്കോൽ അധികാരത്തെ കാണിക്കുന്നു. The key represents authority. അവൻ വിശ്വസ്തരെയാണ് താക്കോൽ ഏൽപ്പിക്കുന്നത്. And it's those who are trusted who are entrusted the keys. Praise the Lord. Hallelujah. ആമേൻ. സ്വർഗരാജ്യം തുറക്കാനുള്ളതാണ്. It is the kingdom of heaven is that which is to be opened. അതിന്റെ അകത്ത് പല നിക്ഷേപക നന്മകളുണ്ട്. അത് സമയത്ത് വിശ്വസ്തന്മാർ തുറന്ന് അത് അനുഭവിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And within the kingdom of heaven there are treasures that are kept, and the expectation is that the children of God would open, hallelujah, the doors to the kingdom of heaven and enjoy the treasures, the blessings that await in heavenly storehouses. ആമേൻ. ഇവിടെ രോഗവും കഷ്ടവും മരണവും ദുഃഖവും ദുരിതമെല്ലാം ഈ ഭൂമിയിലുണ്ട്. In this world we experience suffering and grief and sickness and illness and death. ആമേൻ. ഇവിടെ തരുവാൻ കഴിയാത്ത, ഇവിടെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം കഴിയുന്ന പലതും ആമേൻ ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. അത് സമയം തുറന്നെടുക്കാൻ ദൈവമക്കൾ അധികാരം പ്രാപിക്കണം. But there are things that are hidden that you cannot access here on earth, that are not been granted to you in the earthly realms, that are hidden in the heavenly storehouses in the kingdom of heaven, which is ours to claim. Praise the Lord. Hallelujah. ആമേൻ. പിന്നീട് ശിഷ്യന്മാരോട് പൊതുവായിട്ട് പറഞ്ഞു, നമ്മൾ ആദ്യം വായിച്ച വാക്യം 18 ആമേൻ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുക സ്വർഗത്തിൽ അഴിക്കപ്പെടും. And Jesus speaks to his followers and he says, what is bound on earth will be bound in heaven, what is loosed in hallelujah on earth will be loosed in heaven. അപ്പോൾ വ്യക്തിപരമായും ഒരുമിച്ചും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് അവൻ ഈ താക്കോൽ ഏറ്റുവാങ്ങണം. അവൻ ചിലത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തേ മതിയാകത്തുള്ളൂ. And what Jesus desires of us is that we receive the keys to the kingdom of heaven, and we are able to do hallelujah that which can only be done once we have that authority. ദൈവ രാജ്യത്തെ തുറക്കാൻ പറ്റുമോ? Are we able to open the kingdom of heaven? ആമേൻ. അതിന്റെ അകത്തുള്ള സന്തോഷവും വിടുതലുകളും നന്മകളും നമുക്ക് പ്രാപിക്കണ്ടേ? Do we not want to experience the blessings and the treasures that are awaiting, are hidden there in the kingdom of heaven? ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവ സഭയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. The Spirit of the Lord leads his church. നമ്മൾ കേവലം അന്യഭാഷ പറഞ്ഞ് ആരാധന നിർത്തുന്നവരായിട്ട് തീരാൻ പോകുന്നില്ല. We don't expect that we would just be hallelujah coming to church on a Sunday, speaking in tongues and worshiping and going back to our homes. ആമേൻ. നിങ്ങൾ ആത്മാവിൽ സഹകരിക്കാമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. If you are going
going to, hallelujah, cooperate with the Spirit of God, then believe this, that God wants to do great things through you. ദൈവരാജ്യത്തെ തുറക്കുന്ന ചിലരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. God is going to raise up individuals who are going to open the kingdom of heaven. ആമേൻ. പലരുടെ മുൻപിൽ എവിടെയൊക്കെ അടയപ്പെട്ട് കിടക്കുമ്പോൾ ആത്മാവിൽ ദൈവികമായ ചിലതിനെ തുറന്നെടുക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. When, hallelujah, doors are being closed in the faces of many individuals, let the church rise up to open that which is closed. Praise the Lord. സൗഖ്യത്തെ നീ ഏറ്റെടുക്കണം. You need to, hallelujah, claim healing. ആ വിടുതലുകളെ നീ ഏറ്റെടുക്കണം. You need to claim deliverance. ആമേൻ. സ്വർഗീയമായ പ്രവർത്തികളെ ആത്മാവിൽ ചെയ്യുവാൻ ദൈവസഭ തയ്യാറാകണം. And we need to be prepared as the church to do the divine work of God. പ്രസംഗം കേട്ട് പാട്ടുപാടി പോകുവാനായിട്ടല്ല, ആത്മാവിൽ ചിലത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. Not just to listen to a message and to sing some songs and go back home. Instead, hallelujah, to step into the next realm, to be able to unlock, hallelujah, the divine things of heaven. Praise the Lord. Hallelujah. എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy to know ആമേൻ. ഒന്ന് this? തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. Hallelujah, we expect to open that which is ആമേൻ. closed. ദൈവരാജ്യത്തിന്റെ കലവറകൾ ആത്മാവിൽ തുറക്കുവാൻ. Hallelujah, the treasures of heaven to be opened. ആമേൻ. നിന്റെ ഭവനത്തിൽ നീ പ്രാപിക്കേണ്ട ദൈവസഭ അനുഭവിക്കേണ്ട ചിലതിന് തുറന്നെടുക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. The Spirit of the Lord wishes to open those blessings, unlock those, hallelujah, the deliverance in your house, in your church, in your family life. Praise the Lord. Hallelujah. അത് ദൈവമാണ് തുറക്കുന്നത്. It is God that opens. ആ അധികാരം ദൈവമക്കൾ പ്രാപിക്കണം. We need to receive that ആ authority. കൃപ ദൈവമക്കൾ We need to പ്രാപിക്കണം. receive that grace. ആമേൻ. കഴിഞ്ഞ മാസം വരെ നമുക്ക് ഭയങ്കര തണുപ്പായിരുന്നില്ലയോ? Hallelujah, over the past few months, about 6 months, we were experiencing a lot of cold. ഇപ്പൊ ചൂടങ്ങോട്ട് തുടങ്ങി വന്നപ്പോൾ നമുക്ക് ഇരിക്കാൻ വയ്യാത്ത പരിവമായി. And now the weather has slightly changed. We're experiencing a bit of warmth and we're already finding it difficult. നിങ്ങൾ ഈ ചൂട് പോകാൻ ഇപ്പോഴേ പ്രാർത്ഥിക്കല്ലേ? But don't pray that the summer will end already. അവൻ കുറച്ച് ദിവസമെങ്കിലും ഈ ചൂടൊക്കെ ഒന്ന് കിട്ടട്ടെ. So that we can enjoy the sunshine for a few days. അപ്പൊ ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ ഒരുമിച്ച് ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. So what the word of God says is that we wish to do certain അപ്പൊ ശ്രദ്ധിക്കുക, things. നിങ്ങൾ ചിലതിനെ കെട്ടണം. Jesus said you need to bind something. നിങ്ങൾ ചിലതിനെ അഴിക്കണം. There are other things that you should loosen. നിങ്ങൾ ചിലതിനെ തടയണം, നിങ്ങൾ ചിലതിനെ അനുവദിക്കണം. In other words, you should stop some things and allow others. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. That's what we ought to do. ഇത് നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. That's what God wishes to do through us. കർത്താവ് ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ ചെയ്തു. There are many things that Jesus did on this earth. അവൻ യേശു കർത്താവ് എടുക്കപ്പെടുമ്പോൾ ഇത് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്. And before his ascension, he entrusted this to his followers. അത് നാം ചെയ്തേ മതിയാകത്തുള്ളൂ. That's what we ought to do. ആമേൻ. സ്വതന്ത്രം ഈ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രയാസമുണ്ട്. Both of us have been unwell over the past few days. ആമേൻ. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒരു പനിയുടെ ജലദോഷത്തിന്റെ പെട്ടെന്നൊരു ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ട്. I think many of you have become unwell over the past few days. എങ്കിലും കർത്താവ് ഇവിടെ ഉണ്ടല്ലോ. But thank God for his presence. അവിടെ ആരും ക്ഷീണിച്ചിരിക്കരുത്. So don't be tired. ആമേൻ. ഒന്നുകിൽ ചിലതിനെ എന്ത് ചെയ്യണം? ഇന്ന് കെട്ടണം, ചിലതിനെ അഴിക്കണം. We need to understand there are some things that need to be bound today, some things that need to be നിങ്ങൾ loosened. ഉണർന്നിരുന്നാ മതി. Just remain awake, be അവൻ alert. ബാക്കി പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. The Spirit of the Lord wants to do something Praise today. the Lord. Hallelujah. എന്തിനെയാണ് നാം ബന്ധിക്കേണ്ടത്? What is it that we ought to bind? എന്തിനെയാണ് നാം കെട്ടേണ്ടത്? What is it that we should, hallelujah, tie up? ആമേൻ. സ്തോത്രം. ഇങ്ങനെ പറയുന്നു, മർക്കോസ് 3:27. In the Gospel of Mark, chapter 3, verse 27. It says here that the strong man should be bound. Luke 11, verse 21 and 22. സ്തോത്രം. യേശു കർത്താവ് തന്റെ ശക്തി കൊണ്ട് ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതകരമായി വിടുതൽ വെളിപ്പെട്ടു വന്നപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ബലവാൻ ആയുധം ധരിച്ച് അരുമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. When Jesus, hallelujah, was ministering with power and authority of the Holy Spirit, he speaks and he says in verse 21, when a strong man is fully armed, he guards his own palace and his goods are at peace. അവനിലും ബലവാനായവൻ വന്ന്
അവനെ ജയിക്കണം. But in verse 22 he says, when when someone who is stronger than him comes, he will overcome him. അവൻ ബലവാനെ പിടിച്ചു കെട്ടണം. Hallelujah. The strong man must be bound. പക്ഷെ അവൻ ആയുധം ധരിച്ചാണ് നിൽക്കുന്നത്. But if he is stood armed, അതിനെ ജയിക്കുന്ന അതിലും ബലമുള്ള പറഞ്ഞാൽ അമിത ബലമുണ്ടെങ്കിൽ മാത്രമേ ഈ ബലവാനെ പിടിച്ചു കെട്ടാൻ കഴിയത്തുള്ളൂ. hallelujah. But then he says, if somebody who is stronger than him, if somebody who is mightier than him comes, Praise the Lord. hallelujah. അവൻ ആയുധമില്ലാത്തവനല്ല ഈ ബലവാൻ. Hallelujah. It is not someone who is unarmed, someone who doesn't have his weapons. അവന്റെ കയ്യിൽ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന്. That he has some weapons, he has some tricks up his sleeve. അവനും ബലമുണ്ട്. He is mighty. എന്നാൽ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി അവരിലും വലിയൊരു ആത്മശക്തി നമ്മുടെ മേലുണ്ട്. But understand there is an even greater power that hallelujah invests within us. അതുകൊണ്ട് ആത്മാവിൽ പോരാടുമ്പോൾ ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ ബലവാൻ ആരെന്ന് ആത്മാവിൽ തിരിച്ചറിയണം. And so when we wage war in the spirit, we need to recognize who is the strong അവന്റെ man. കയ്യിലിരിക്കുന്ന ആയുധങ്ങളെ നീ തിരിച്ചറിയണം. And we need to recognize the weapons of warfare. അവനോട് ഏറ്റുമുട്ടുവാൻ പ്രാപ്തിയില്ലെങ്കിൽ നീ ദൈവത്തോട് ചോദിച്ച് കൃപ പ്രാപിക്കണം. And if you are unable, if you are unqualified to hallelujah battle with him, if you're unskilled to hallelujah challenge him, you need to receive the power from above. അവൻ താക്കോൽ നിന്റെ കരത്തിൽ തന്നിട്ടുണ്ട്. Because the key has been given to you. നീ തുറന്ന് നീ ശക്തി പ്രാപിക്കണമെന്ന്. Hallelujah, you need to open the doors നീ of the kingdom of ആത്മശക്തി heaven. ഏറ്റെടുക്കണം. And you need to hallelujah receive the power of നിന്റെ heaven. മുൻപിലുള്ള വെല്ലുവിളിയെ ജയിക്കുന്ന അമിത ശക്തി നീ ആത്മാവിൽ ഏറ്റെടുക്കണം. You need to receive the power that is greater than the hallelujah powers of darkness that hallelujah challenge you. അങ്ങനെ ആത്മശക്തി ഏറ്റെടുത്ത് ആ ബലവാനെ നീ ജയിപ്പാൻ തയ്യാറാകണം. And having received such power from heaven, you need to overcome the strong man that stands against. ആ ബലവാനെ നീ പിടിച്ചു കെട്ടണമെന്ന്. You need to bind the strong man. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Oh, in the powerful name of നിന്റെ മുമ്പിൽ Jesus. എത്ര വലുപ്പമുള്ളതാണെങ്കിലും Doesn't matter how big he is. അതിനെ ജയിക്കുന്ന ബലം നിന്റെ മേൽ പകരാൻ ദൈവം ശക്തനാണ്. God is faithful to give you the strength to overcome him. Hallelujah. Hallelujah. ആയുധം ധരിച്ചു നിൽക്കുന്ന ചില ബലവാന്മാർ നിന്റെ മുൻപിലുണ്ട്. ആയുധം ധരിച്ചു നിൽക്കുന്ന ചില ദുഷ്ടശക്തികൾ നിന്റെ മുൻപിലുണ്ട്. നിന്റെ കുടുംബത്തോട് നിന്റെ വെല്ലുവിളി ഉയർത്തുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് പകൽക്കാലം അവനെ പിടിച്ചു കെട്ടാം. There may be some strong forces that stand against you, the powers of darkness that wage war against you, the strong man that is armed with weapons to destroy you. But I tell you, you open the hallelujah doors of heaven to receive the power from above to overcome every power of darkness that wages war against your spiritual life. അവനിലും ബലമായവൻ വന്നവനെ ജയിച്ചു. The one who is even stronger than him comes and overcomes. ഈ ബലമാണ് ഇന്ന് പകൽ പ്രാപിക്കേണ്ടത്. You need to receive this strength today. ആരാധിച്ചു നിർത്തരുത്. Do not hallelujah cease with your worship. പ്രാർത്ഥിച്ചു നിർത്തരുത്. Do not cease with your prayer. ആയുധം ധരിച്ചു നിൽക്കുന്ന ബലവാനെ പിടിച്ച് കെട്ടുവാനുള്ള ശക്തി പ്രാപിച്ച് നീ ആരാധന നിർത്താവൂ. You hallelujah must continue with your worship until you receive strength from above. Hallelujah. Hallelujah. വ്യക്തിപരമായി ചിലരെ നീ പിടിച്ചു കെട്ടണമെന്ന്. You need to bind some things in your life personally. സഭയായി ചിലവനെ പിടിച്ചു കെട്ടണം. There are things in our church life that we need to bind. ഇന്ന് നമ്മൾ എത്ര പേർ തയ്യാറാകും? You need to prepare yourself. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. Not by hallelujah might, not by നമ്മുടെ strength, കഴിവ് കൊണ്ടല്ല പ്രാപ്തി കൊണ്ടല്ല. not by our ability, not by our talent. നിൽക്കുന്ന ബലവാനെ പിടിച്ചു കെട്ടുന്ന അമിത ബലം ഇന്ന് പകലക്കാല കർത്താവ് പകരുകയാണ്. But instead to receive from above a greater portion of strength to destroy, hallelujah, to nullify the powers of this one who stands against. Yes, in the name of Jesus. Hallelujah. 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 Yes, Lord. A greater strength. A greater strength. നിന്റെ മുൻപിൽ ആയുധം ധരിച്ചു നിൽക്കുന്ന ആ ബലവാനെ പിടിച്ചു കെട്ടുവാൻ അവനെ ജയിക്കുവാൻ ഒരു അമിത ബലം ഇന്ന് പകലക്കാൽ ദൈവസഭ ഏറ്റെടുക്കട്ടെ. If the church could only receive a greater strength, a greater portion of power and authority to bind, hallelujah, every power that stands against.
To be bound by the power of God's Spirit. The forces that try to captivate your peace. Oh, the strong man that tries to destroy the peace in your home. The forces that try to destroy you with weakness and with sickness. The strong man that brings wrestling and doubt. Stirring up strife to destroy, to bind by the power of the Spirit. Oh, let the strong man be bound. Let the powers of darkness be bound. Let the forces of evil be bound by the Spirit of God. Oh, generational forces be bound by the Spirit of God. Hallelujah. അവൻ പല ആയുധങ്ങൾ കാണിച്ച് നിന്നെ ഭയപ്പെടുത്തുമ്പോൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ ഇന്ന് പലക്കാല ശത്രുവിന്റെ ആയുധം കണ്ട് when he brings out his weapons of warfare to try and intimidate you, my child, do not be discouraged, do not be afraid. Don't be afraid by seeing his weapons. Those are all weapons of failure. Praise the Lord. Hallelujah. They are weak, they are without strength. Because Christ on the cross has made him place down every weapon. Oh, if you're able to rise up, if you're able to shake everything off and stand up with strength. ഓരോ വെല്ലുവിളി വെളിപ്പെട്ട് വരുന്നതനുസരിച്ച് ദൈവാത്മാവിന്റെ ശക്തിയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. Hallelujah. In accordance with every challenge that is shot against you, the depth of the power of Jesus increases in our lives. ഓരോ പ്രതിസന്ധിയെ നേരിടുന്ന വ്യത്യസ്ത നിലകളിലായിരിക്കും. Hallelujah. Every challenge that comes against you will be perhaps in different ways. Praise the Lord. Goliath stood and challenged David. But how did he come against that great challenge? They had an army, they had soldiers. ശൗലിനോ പടയാളികൾക്ക് ഒന്നും വെളിപ്പെടാത്ത ഒരു മേഖലയിലോട്ട് പെട്ടെന്ന് ആത്മാവ് അങ്ങോട്ട് നയിച്ചു. But hallelujah, we see that there was a way in which the Spirit of the Lord led that wasn't revealed to Saul or his army. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു വാളെങ്കിലും ദാവീദ് കണ്ടെത്തണമായിരുന്നു. In other words, if we think with logic and human understanding, David should have at least taken a sword with him to face Goliath. Because there's an entire army, they are armed, they've got swords and shields. But the Spirit of the Lord quickly changed the course of the story in a way that nobody else was able to understand. The Spirit didn't tell David somehow go to your brothers or go to your brother's friends and take some of their armor. Praise the Lord. But instead the Spirit told David and said, quickly go to the bank of Jordan, go to the river and start picking up this Goliath who stood as a giant before him. And the Spirit tells David, go and gather stones. But the Spirit of the Lord compelled him and said, gather the stones, gather these pebbles, get the best pebbles you can find. And if you move with the guidance of the Spirit, you don't need to start preparing the stones and making sure they are smooth. They are already prepared
ahead of time. അവൻ ശൗല് നോക്കുമ്പോൾ ബാക്കിയുള്ള സൈന്യം നോക്കുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ വലിയ ഗോലിയാത്തിനെ നേരിടാൻ തോറ്റിപ്പോകുന്നു, കല്ല് പറക്കുന്നു. And as Saul and the entire army of Israel looks on, they see a young boy named David like a foolish madman going to a stream, going to a brook to hallelujah pick up stones to face a giant. അവൻ ദുഷ്ടന് പോലും അറിയത്തില്ല നിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന ചില വ്യത്യസ്തമായത് ഇവനെ വെട്ടാനുള്ളതാണെന്ന് ശത്രുവിന് പോലും അറിയത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിലുള്ള ബലവാന് പിടിച്ചു കെട്ടാൻ നീ അറിയാത്ത ചിലത് നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുകയാണ്. Even the enemy will not recognize the plans that God has. The enemy won't understand that the pebbles that you pick up from this brook, the little stones that you are gathering from this river, hallelujah, the enemy does not know that they are coming, hallelujah, straight at him. It is, hallelujah, his defeat. It is his downfall. അവൻ ഇന്ന് പകൽക്കാലം പെറുക്കിയെടുപ്പാൻ തയ്യാറായിരിക്കും. Are you ready to start gathering those pebbles? മിനുസപ്പെടുത്തത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. God has already prepared that which you ought to pick. മിനുസമുള്ള ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. God has prepared the smooth stones for you to pick. വെളിപ്പെട്ട് നിൽക്കുന്ന ആ ബലവാന് വീഴ്ത്താനുള്ള ദൈവ കൃപ നിന്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. You know the mighty giant that has stood before you and challenging your spiritual life. God has already prepared his downfall. Praise the Lord. Hallelujah. വ്യത്യസ്തമായ ദൈവം ഏൽപ്പിക്കും കേട്ടോ. Hallelujah. God will give you something different. ആമേ ഒരു സൈന്യം ഒരു രാജ്യം മുഴുവൻ ശ്രമിച്ച് നടക്കാത്തത് തോറ്റുപോയി മിനുസമുള്ള കല്ലുകൊണ്ട് തീർത്തതുപോലെ ചില വലിയ വെല്ലുവിളികള് വളരെ നിസ്സാരമായ നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുള്ള ദൈവ ശക്തി കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. When a king and his army, when an entire kingdom was unable to defeat this challenge, was unable to overcome this giant, God will give you something in your hands that is completely different, but it will be the downfall of the enemy. Praise the Lord. Hallelujah. ചില കുടുംബങ്ങളുടെ നേരെ ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്നുണ്ട്. Hallelujah. This is going to be revealed in your lives. അവൻ വലിയ ലിവ്യാഥാന തല പോലെ പൊങ്ങി നിൽക്കുന്ന ചില വെല്ലുവിളികൾ ഉണ്ടെന്ന്. I'm telling you, I see, hallelujah, there are great challenges like massive serpents, massive monsters that are hallelujah challenging your family life. Hallelujah, and every leviathan that stands before you is going to be cut down by the power of God's word. Hallelujah, it is for you that the Spirit of the Lord is speaking today. In the powerful name of Jesus. Oh, there is no bondage that will not be loosened by the Spirit of God. Because the Spirit of the Lord is going to bind the strong man. The Spirit of the Lord will bind that which needs binding. They are going to be taken and bound by hands and feet. Open your mouths and say, proclaim, proclaim. The Spirit of the Lord wants to bind it in the spiritual realm. നിന്റെ അകത്തൊരു സംശയമുണ്ട്. നീ പറഞ്ഞാൽ ബന്ധിക്കപ്പെടുമോ, നീ പറഞ്ഞാൽ കീഴടങ്ങുമോ, സംശയിക്കുന്ന പൈതല് നിന്നോട് ആത്മാവ് ഇടപെടുന്നു. ഇന്ന് പകലൊക്കെ ആദരവ് തുറന്ന് പറ. The doubts in your mind will, hallelujah, the enemy be bound if I say, if I open my mouth and speak, will there be a change? Will there be a deliverance? Will there be, hallelujah, a bondage taking place over this strong man? But I tell you the truth, cast out every doubt, cast out every fear, have the confidence in the power of God's Spirit. Oh Jesus, hallelujah. Hallelujah. ആമേൻ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ കടന്നു വന്നത്. Hallelujah. We are reminded through scripture that it is, hallelujah, to destroy the powers of the enemy that the Son of Man has come. അപ്പം ബലവാനെ എന്ത് ചെയ്യണം? So what must we do with the strong പിടിച്ച് man? കെട്ടണം. He must be bound. ശത്രുവിന്റെ പ്രവർത്തികളെ അഴിക്കണം. And hallelujah, the plans of the devil must be loosened. നടക്കൂ? Can we do that? പറ്റൂ? Could we do that? നമ്മൾ പറഞ്ഞാൽ സംഭവിക്കുമോ? If we speak, will it happen? പിള്ളേരെല്ലാം ശ്രദ്ധിച്ചേ. Hallelujah. കളിക്കുന്നവരെല്ലാം ഞാൻ എഴുന്നേപ്പിച്ചു നിർത്തും. ഡോർ തുറന്നിട്ടിരിക്കാൻ ഞാൻ വിളി നിർത്തും. അവൻ ശ്രദ്ധിച്ചാട്ട് അവൻ സ്തോത്രം നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? Will it happen if we speak those words? നമ്മളെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. The enemy won't allow us to speak those നമ്മൾ words of യുദ്ധം faith. ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ തന്നെ നോക്കും. നാം യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കും. When we stand, hallelujah, to wage war, we look at ourselves. പിശാച് വിട്ടെന്നെടുത്ത് കാണിക്കും.
കുറവുകൾ ബലഹീനതകൾ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നില്ല. ഇനി ചിലർ പറയുന്ന പോലെ ഇനി പറഞ്ഞ തിരിച്ചടിക്കുമോ, എനിക്കുള്ള കഴിവില്ല യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നമ്മൾ മുൻപിൽ പോയി ആരാധിക്കുകയല്ലാതെ ഇവരെ പിടിച്ചു കെട്ടത്തില്ല. And immediately the enemy highlights our faults, the enemy highlights our failures, our weaknesses, those areas of our life, hallelujah, where we have fallen, and the enemy says you can't do it. If you speak, it will not happen. And hallelujah, we are filled with hallelujah doubt, and all our confidence starts to seep away. ഏലിയാവൊക്കെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ആണ്ടി മഞ്ഞുമഴ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഒറ്റ പറച്ചില്. But look at Elijah, just one word. He said, unless I say there will not be rain in this land. Praise the Lord. Hallelujah. ഈ പറയുന്നതിന് നഷ്ടം വല്ലതും ഉണ്ടോ? Hallelujah. When you speak those words, do you lose anything? വചനമെല്ലാം കേട്ടാലും അവിശ്വാസമാണ് മുന്നിൽ നിൽക്കുന്നത്. Even though we hear the word of God time and time again, instead of all we have in front of us is disbelief and lack of നമ്മളെ faith. കൊണ്ട് തന്നെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുക. But God wants to do things through us. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് ഈ രണ്ട് ശിഷ്യന്മാരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയച്ചത്. That's why Jesus sent out the disciples 2 by 2. അവര് പോലും അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. Even they didn't realize they had such authority and power. അവർ ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറയുമ്പോൾ ഭൂതം വരെ പോയെന്ന്. And they come back and they're telling Jesus, when we spoke, the demons fled. ഇതൊന്ന് പഠിപ്പിക്കാനാണ് കർത്താവ് വിട്ടത്. And Jesus knew this would happen, and that's why he sent them out. അതുകൊണ്ട് ആരാധിച്ചിരിക്കുന്ന ലെവല് മാറിയിട്ട് നീ ആത്മാവിൽ പിടിക്കണം. And hallelujah, so you need to move, you need to upgrade from a place of just worshiping and singing to a place where you are waging war in the spirit. ഒന്നീ ഭർത്താവല്ല ഭാര്യ ആരെയും ഒന്ന് ശക്തിപ്പെട്ട പറ്റണം. Hallelujah, someone, either you or your parents or your family, somebody needs to be strengthened in the spirit. ഇത് രണ്ടും കൂടെ ഉഴപ്പിപ്പോയെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ആരെയും ഒരാൾ ആത്മാവിൽ എന്ത് ചെയ്യണം? Amen. യുദ്ധം ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കുന്ന അടുത്ത ആളെ കൂടെ ആത്മാവിൽ ബലപ്പെടുത്തണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ചില ബലവാനെ പിടിച്ചു കെട്ടേണ്ട സമയമായി. It is time that the strong man needs to be bound. ആമേൻ. ഇനി അവന് മുൻപോട്ട് പോകാനുള്ള സമയം ദൈവം അനുവദിച്ചിട്ടില്ല. God has not allowed time for him to continue waging war and continue, hallelujah, being a tyrant over your life. ഇനി നമ്മളാണ് ആത്മാവിൽ പിടിച്ചു കെട്ടേണ്ടത്. It is us, it is we who should bind him in the നിന്നിൽ spirit. കൃപയുണ്ടെന്നും നിന്നിൽ ഒരു അഭിഷേകമുണ്ടെന്നും ഒന്നുകൂടെ ഉറപ്പിക്കത്തക്ക നിലയിൽ ചിലരെ കർത്താവ് മുൻപിൽ ഇട്ട് തരികയാണ്. The reason why God allows these things in your life is to reveal to you that you have grace, that you have anointing, that you have the power of God's spirit. അവൻ നിന്റെ മേൽ വന്ന ആത്മാവ് വന്നു പോകുന്ന ആത്മാവല്ല, അത് അധികാരത്തിന്റെ ദൈവശക്തിയുടെയാണെന്ന് നിന്നെ ഉറപ്പിക്കാൻ ഒന്നുകൂടെ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. Because God wants to remind you that the spirit of God that has anointed you is not a spirit of weakness, it's not a spirit of fear, it is a spirit of power and authority that is able to overcome. Praise the Lord. Hallelujah. ബലവാൻ എന്ത് ചെയ്യണം? What must we do to the strong man? വീട്ടിൽ പോയി ശരിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. I want you to go home and make this your prayer. കർത്താവേ, എന്റെ കുടുംബത്തിന് നേരെ, കുടുംബജീവിതത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ മറഞ്ഞു നിൽക്കുന്ന ഈ ബലവാനെ വചനം ഞാൻ ഏറ്റെടുക്കുന്നു. ആത്മാവിൽ ഞാൻ ബൈൻഡ് ചെയ്ത് ബന്ധിക്കുന്നു. അവന്റെ ബലത്തെ കെടുത്തുന്ന ഒരമിത ബലം എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. അടുത്ത സഭായോഗത്തിലൂടെ വരുന്നതിന് മുൻപ് അവൻ ചില വ്യക്തമായ ദൈവിക വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് വളരെ ശക്തമായ ആത്മാവിടപെടുകയാണ്. Father, the forces of evil, the powers of darkness, this strong man that stands against my life, that stands against my family's life, that stands against my church life, that tries to destroy me, that tries to keep me captive, that keeps me in fear and discourages me. Father, I want to bind him by the power of your spirit. I want you to fill me with a greater strength, with a greater might, to be able to bind him and to loosen his plans and to loosen his authority. Hallelujah. 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 Yes. Yes. Hallelujah. Yes. To be bound by the Spirit of God. In the powerful name of Jesus, every strong man be bound. A greater portion of strength that is able to nullify and to paralyze the forces of darkness. By you, hallelujah, the strength that is within you, by the power of God's Spirit within you, you will be able to tranquilize
യേശുവിന്റെ powers of നാമത്തിൽ, darkness, യേശുവിന്റെ tranquilize നാമത്തിൽ, the strong man that യേശുവിന്റെ stands നാമത്തിൽ, against. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ വാക്കുകൾ പറയട്ടെ. Oh, in അധികാരം Jesus' ചലിക്കുന്ന name. ആരാധന In Jesus' വെളിപ്പെടട്ടെ. name. In ബലവാനെ Jesus' പിടിച്ചു name. കെട്ടുന്ന ഒരഭിഷേകം ഇന്ന് പകൽ ആത്മാവ് പകരുകയാണ്. Hallelujah. Hallelujah. Yes. Jesus. Hallelujah. Hallelujah. കഴിഞ്ഞ ആഴ്ച ആത്മാവ് ഓർപ്പിച്ചതുപോലെ നിന്നെ ആത്മാവിൽ ഇങ്ങനെ ബന്ധിച്ച് നിർത്തിയിരിക്കുക. Hallelujah. As we were reminded last week, we are wrapped by God's Spirit. പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ ചിലത് ചെയ്യാൻ And the ആഗ്രഹിക്കുന്നു. Spirit wants to do, hallelujah, certain things through us. ഈ ശിംശോനെ പിടിച്ചു കെട്ടി They bound Samson. അല്ലേ? സ്തോത്രം. അഭിഷേകം പോയിട്ട് പിടിച്ചു കെട്ടിയതാണോ? It's not that, is it after his anointing left that they bound him? ആദ്യം ഈ കയറുമായിട്ട് വന്നത് ആത്മാവ് പോയിട്ട് കെട്ടിയതാണോ? When they first came to him trying to bind him with ropes, is it after the Spirit left? ഒന്ന് പറഞ്ഞേ, ആത്മാവ് പോയിട്ട് കെട്ടിയതാണോ? അപ്പൊ ആത്മാവ് ഉണ്ടെങ്കിലും ശുശ്രൂഷ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്ത് വരും? അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ പിടിച്ചടക്കുന്ന ചിലതിനെ ബന്ധിക്കുന്ന ചിലതിനെ എന്ത് ചെയ്യണം? സെൻസ് ചെയ്യണം. ദൈവാത്മാവിന്റെ അല്ലാത്ത ഏതെങ്കിലും കർത്തൃത്വങ്ങൾ എന്നെ ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നീ ആത്മാവിൽ സെൻസ് ചെയ്താൽ അടുത്ത പടിയിലോട്ട് ഇറങ്ങണം. Even while he still had the anointing of the Spirit, they came against him to try and bind him with ropes. So understand this, that even while you are filled with God's Spirit, even while you are standing and ministering, hallelujah, with the power of God's Spirit wrapping you and hallelujah covering you, the enemy will still come to try and bind you and to try and keep you captive. And so you need to recognize the schemes of the enemy, that if there is anything coming against your life to try and tie you up and to try and paralyze you, to try and destroy you, recognize it before, hallelujah, it is able to destroy you. ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് 15-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. The book of Judges, chapter 15, from verse 12. രണ്ട് പുതിയ കയറ് കൊണ്ട് അവനെ കെട്ടി. ശ്രദ്ധിച്ചേ, ഇതൊരു കഥയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് സംഭവിച്ചത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ഏതെങ്കിലും കെട്ട് പൊട്ടുകയും വേണമല്ലോ. അപ്പൊ ശ്രദ്ധിച്ചാട്ട്, രണ്ട് പുതിയ കയറ്, 2 new ropes. ശിംശോനെ കെട്ടി. They brought that to tie up Samson. ശിംശോൻ പറഞ്ഞു കെട്ടിക്കോളാനും പറഞ്ഞു. And Samson said, fine, tie me up. പുള്ളിക്ക് നല്ല ഉറപ്പുണ്ട്, സ്തോത്രം, ഇത് അഴിയുന്ന കേസായി കെട്ടുന്നത്. Because he has complete confidence that whatever they are using to bind him, it's not going to work. നമുക്ക് നല്ല ഉറപ്പുണ്ട്, ഏത് വന്നാലും ഉടനെ ഒന്നും ഇത് അഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ശിംശോന് നല്ല ഉറപ്പുണ്ട്, കൊല്ലരുത്, കെട്ടിക്കോ. കാരണം അവന് നല്ല ഉറപ്പുണ്ട്, ആത്മാവ് വന്നാൽ അഴിയുമെങ്കിൽ കെട്ടിക്കോളാൻ പറഞ്ഞു. We think that if they try to come against us and try to bind us up, we know whatever they bring, we will remain tied. But Samson, on the other hand, had the confidence, it doesn't matter even if they bring new ropes, whatever they bring against me, the power that is residing within is able, hallelujah, to break these bonds. Praise the Lord. കാരണം ശിംശോന് നല്ല ഉറപ്പുണ്ട്, എന്നെ അടുത്ത സംഭവിക്കാൻ പോകുന്നത്. Because Samson has complete confidence as to what's going to happen next. ഈ ശിംശോന്റെ വിശ്വാസത്തിൽ നമുക്ക് വേണം. We need at least to have the faith that Samson had. നല്ല ഉറപ്പുണ്ട് എന്നെ സംഭവിക്കാൻ പോകുന്നത്. He had complete assurance as to what's going to happen. ഈ കെട്ട് മുറുകത്തില്ല, ഈ കെട്ട് പൊട്ടുവന്ന് നല്ല തന്ത്രവനുണ്ട്. And he had complete confidence that the ropes that they bring to tie him will not remain on his hands and feet. They will break open. ഇന്നലെ എത്ര പേർക്ക് ആ ഒരു ധൈര്യമുണ്ട്? Do we have that confidence? എവിടെയൊക്കെ ശത്രു ബൈൻഡ് ചെയ്തിട്ടുണ്ട്. Because somewhere the enemy has tried to bind us.
അതിനെ അധികം വില കൊടുക്കാതെ അകത്തൊരു പ്രത്യാശയുടെ പൊട്ടുന്ന ബന്ധന മാത്രമേ ഉള്ളൂ. ഇത് അഴിയുന്ന കെട്ടു മാത്രമേ ഉള്ളൂ. ഇത് എന്നേക്കും എന്റെ മേൽ വാഴത്തില്ല. കെട്ടിയത് മുഴുവൻ അഴിയുന്ന കെട്ടാണെന്ന്. But instead of fearing the bondages that the enemy has brought, instead of being afraid that those bondages will keep us captive, could we have the confidence that by the power of God's Spirit, every bondage will break? There is no rope that can keep us bound because we are filled with the power of God's Spirit. That all these bondages can be loosened. There are no bondages that can keep me tied. Can you proclaim that with faith? There is no bondage that will not be loosened. There is no bondage that cannot be broken. യേശുവിന്റെ നാമത്തിൽ ഈ വചനം ഇവിടെ വെളിപ്പെടുമ്പോൾ തന്നെ ആത്മശക്തിയാൽ അവനാൽ അഴിയട്ടെ. As the word of God is being declared right now, let bondages be broken. Let your ropes be loosened. There is no bondage that cannot be broken. Let it be loosened in the name of Jesus. Let it be loosened in the name of Jesus. By the power of God's Spirit. Every rope, every chain, every bondage. നിന്റെ ആത്മമണ്ഡലങ്ങളെ കെട്ടിയിരിക്കുന്ന നിന്റെ ശരീരത്തെ കെട്ടിയിരിക്കുന്ന the bondages over your spiritual life, the bondages over your health, the bondages over your family, the bondages over your peace, the bondages over your prayer, the bondages over your hallelujah meditation, the bondages over your spiritual life to be loosened in the name of Jesus. Yes. Yes, yes, Jesus. Hallelujah, hallelujah. Oh, let the bondages be broken. Let chains begin to fall. Let the ropes be broken. Jesus. Loosened in the name of Jesus. By the power of God's Spirit. Jesus. Yes, Lord. Yes, Lord. Let it be broken. Let it be loosened. Let bondages break. ശരീരത്തിൽ അനുഭവിക്കത്തക്ക രീതിയിൽ ആ ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുകയാണ്. In such a way that you experience the deliverance in your body. Let those bondages be broken. Hallelujah. 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 Yes, Lord. Oh, the bondages of sin, let it be broken in Jesus' name. The bondages of fear, be broken in Jesus' name. The bondages of anxiety, be broken in Jesus' name. ഇവിടെ ആരാധിക്കുമ്പോൾ ചില ഭവനങ്ങളിൽ ചില കുടുംബങ്ങളിൽ ചില ദേശങ്ങളിൽ ചില ബന്ധനങ്ങൾ ആത്മാവഴിക്കുകയാണ്. Oh, as we worship and we wage war in the spiritual realm, bondages in your home, bondages in your family, bondages in the nation begin to fall. Yes, yes. ചില ഭവനത്തിന്റെ ഉള്ളറയിൽ ആ കെട്ടുകൾ അഴിയട്ടെ. Yes, let those bondages be broken. Let's wage war in the spirit. Let us fight against the devil. The evil forces be tranquilized. Yes, by the power of God's Spirit. Every rope that is brought against you, every chain, let those bondages be broken. The powers of sin and the powers of darkness. The Spirit of the Lord rebukes the forces of evil right now. Yes, a new strength to be filled with a new might, with a new power. That we would be filled with a new authority, filled with a new power to bind.
ദുഷ്ടന്റെ പ്രവർത്തികളെ അഴിക്കുന്ന ഒരധികാരം ദൈവം പകരുകയാണ്. An authority that enables us to bind the powers of darkness. Yes, yes, yes. Ribal kaudara kanadara vara vara vaushade. Amdal kaudari kanadara vara vara vaushade. കൂടപ്രഭാരികൾ ദൈവാത്മാവ് തന്നെ ചിലനെ ബന്ധിക്കട്ടെ, ദൈവാത്മാവ് തന്നെ ചില കെട്ടുകൾ അഴിയട്ടെ. നീ ഏൽപ്പിച്ചുകൊണ്ട് ആരാധിച്ചാട്ട് ആത്മാവ് തന്നെ പരിശുദ്ധാത്മാവ് തന്നെ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങട്ടെ, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിന് പകരക്കാലം സംഭവിക്കട്ടെ. ആത്മശക്തി ചണനൂല് പോലെ പൊട്ടിപ്പോയതുപോലെ ആ പുതിയ കയറുകൾ, ആ പുതിയ പദ്ധതികൾ, ആ പുതിയ പ്ലാനുകൾ ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നീ അഭിമുഖീകരിക്കാത്ത ആ പുതിയ വെല്ലുവിളികൾ അത് വേറെ അർത്ഥമാറ്റുകയാണ്. അർത്ഥപ്രമാണ വേദി കെട്ടി അന്തരവൗഡമാനഘടകതി അന്തപ്രമാണിയാധന അന്തരരഹസ്യ കയറിലോട്ട് ആ ദൈവശക്തി ഇറങ്ങട്ടെ. ആ ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങളിലോട്ട് ദൈവശക്തി ഇറങ്ങട്ടെ. ചണനൂല് പോലെ പൊട്ടിപ്പോയതുപോലെ നിന്റെ ആത്മമണ്ഡലത്തിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന് അതിന് പകരക്കാൽ ആത്മ അറത്തുമാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മകനോട് പോരാടുന്ന വെല്ലുവിളിക്കുന്ന സകല പോരുകളെ ആത്മാവിൽ ഈ പകലക്കള ശാസിക്കുകയാണ്. ഒരു കയറുകളെ കെട്ടി അവനെ അറുത്തു കളയുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം ഈ മകനവൻ ഇറങ്ങട്ടെ. ോ